നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് KYC ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ഈ ഹെഡിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ തന്നെ സെറ്റിങ്സും ഡാഷ്ബോർഡും എല്ലാം വരും. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് വെരിഫൈ എന്ന് കാണാം. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കാണാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളാദ്യം തന്നെ ചെയ്യേണ്ടത് കണ്ടില്ലേ, ഇവിടെ KYC വെരിഫിക്കേഷൻ കാണാം. ഗിവൺ നെയിം, ആദ്യം തന്നെ നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ പേര് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് വെരിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ലെറ്റസ് ഗോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾക്ക് ഇത് അലോ കൊടുക്കാം. യൂസ് ഇൻ ദിസ് ആപ്പോ അല്ലെങ്കിൽ ഓൺലി ദിസ് ടൈമോ ഏതെങ്കിലും കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയി വരും. അപ്പോൾ നമ്മുടെ ആധാർ സ്കാൻ ചെയ്യാനുള്ള ഇത് വരും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഇത് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ID കാർഡ്, പാസ്പോർട്ട് എന്താണെങ്കിലും കൊടുക്കാം. നമ്മളപ്പോൾ ആധാറാണ് കൊടുക്കുന്നത്. അപ്പോൾ ID കാർഡ് ഒന്ന് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു. ഫോട്ടോ വരില്ലാണ്ട് അത് വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഓക്കെ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വന്നാൽ അത് വരുള്ളൂ. ഓക്കെ, കണ്ടില്ലേ? അപ്പം ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം അത് ഇതേപോലെ തന്നെ കൊടുക്കണം. കണ്ടില്ലേ ഇവിടെ? അപ്പം നമ്മളത് കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം അതിൻ്റെ ബാക്ക് വശം തിരിച്ചിട്ടിട്ട് ബാക്ക് വശം കൊടുക്കുക. അതിനുശേഷം നേരെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ സെൽഫി എടുക്കാൻ പറയും. അപ്പം തന്നെ മുഖത്തിന് നേരെ ഇങ്ങനെ കറക്റ്റ് ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കുള്ളൂ. അതിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്കത് എടുക്കാം. അതും അവിടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാനും മിനിറ്റ്, ചിലപ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ എന്താ പറയുക KYC അപ്രൂവ് ആവും. ആ സമയം തന്നെ നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ്. ഓക്കെ.